മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് KM സിദ്ദി സാഹിബ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഒലിവ് സാംസ്കാരിക വേദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേവലം അരനൂറ്റാണ്ട് കാലത്തെ ജീവിതം കൊണ്ട് പല നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ, സാമൂഹിക നന്മകൾ ചെയ്ത് മടങ്ങിയ ഒരു മഹാനായ മനുഷ്യനായിരുന്നു KM സിദ്ദി സാഹിബ് എന്നത് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം പുതുതായി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒന്നല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തെ കുറിച്ച് അറിയാനായി ചില വായനകൾ നടത്തിയപ്പോൾ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിലുണ്ടായ ചില നേതൃത്വ ഗുണങ്ങളെ കുറിച്ച് അതിൽ നിന്ന് ചിലത് നിങ്ങളോട് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. 1937 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരാൾ നേരത്തെ സംസാരിച്ച പാനലിസ്റ്റ് സംസാരിച്ചിരുന്നു. ബി ബോക്കർ സാഹിബ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യം. KM സിദ്ദി സാഹിബായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്നത്. എതിർ സ്ഥാനാർത്ഥിയായി ഖാൻ ബഹാദൂർ ആറ്റക്കോയ തങ്ങളാണ് മത്സരിച്ചത്. ആ കാലത്തെ പ്രഭാഷണ വേദിയിലെ മികച്ച പ്രഭാഷകനായിരുന്ന KM സിദ്ദി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ നിരവധി ആളുകൾ പലയിടത്തായി കഴിച്ചുകൂടിയിരുന്നു. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വരുന്നതോടുകൂടി അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകുകയും അദ്ദേഹത്തിന്റെ ജനപിന്തുണ വലിയ രീതിയിൽ വളരുകയും ആ ജനപിന്തുണയുടെ ഫലമായി ബി ബോക്കർ സാഹിബ് പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ KM സിദ്ദി സാഹിബ് എന്ന വ്യക്തി അദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പരാജയം നേരിടുമ്പോൾ ആ നേരിട്ട രാഷ്ട്രീയമായ പരാജയത്തെ വലിയൊരു രാഷ്ട്രീയ വിജയമായി പരിവർത്തനം ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. വർത്തമാനകാലത്തെ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർക്കുണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള ഈഗോകളും ഇല്ലാതെ അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ചിന്തയുദിക്കുന്നത് തന്റെ എതിരാളി ജയിക്കാനിടയായ ജനപിന്തുണയുടെ സാഹചര്യത്തെ തന്റെ പാർട്ടിക്ക് അനുകൂലമായ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിക്കുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ നേരിട്ടും അല്ലാതെയും മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. നിരന്തരമായ ചർച്ചകളുടെ ഫലമായി പിന്നീട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഭാഗമാകും. തുടർന്ന് പൂക്കോഴത്തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വരികയാണ്. അതോടുകൂടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മലബാറിലെ പ്രത്യേകിച്ചു വേറെ നാട്ടിലെല്ലാം ചരിത്രം മാറുകയായിരുന്നു. ഒരു പരാജയത്തെ കൃത്യമായ ചിന്തയിലൂടെ, ബുദ്ധിയിലൂടെ വലിയ രാഷ്ട്രീയ വിജയമായി മാറ്റിമറിക്കാൻ KM സിദ്ദി സാഹിബിന്റെ ലീഡർഷിപ്പിന് കഴിഞ്ഞിരുന്നു എന്നതിനെ അടയാളപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. തലശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ ജീവിതം, തലശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാർ ആ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടേതായ എല്ലാ ആവശ്യങ്ങളും നൽകിയിരുന്നു എന്നാണ്. മയ്യത്ത് കൊണ്ടുപോകാനും രോഗികളെ കൊണ്ടുപോകാനും എല്ലാം ഉപയോഗിച്ചപ്പോൾ ആ കാറിന് ആ നാട്ടുകാർ നൽകിയ പേര് ആംബുലൻസ് എന്നായിരുന്നു. പല ആളുകളുടെയും പ്രസംഗത്തിൽ പലതവണ നമ്മളൊക്കെ കേട്ടതാണ്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ട്രെയിൻ യാത്രകളിൽ, അദ്ദേഹം സഞ്ചരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പറഞ്ഞു വന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അവരോട് സംസാരിക്കാനും ഒന്നും പറയാനില്ലാത്തവർ ഒരു പുഞ്ചിരിയെങ്കിലും നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നതാണ് ആ മനുഷ്യന്റെ വലിയ മനസ്സും ലാളിത്യവും നമ്മളെ പഠിപ്പിക്കുന്നത്. മുമ്പൊരാൾ സംസാരിച്ചതാണ്, സമ്പന്നനായ കുടുംബത്തിൽ സമ്പത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ജനിച്ചു കേട്ടു കൊച്ചി അസംബ്ലിയിലും മദ്രാസ് അസംബ്ലിയിലും കേരള അസംബ്ലിയിലും മെമ്പറായിരിക്കുകയും സ്പീക്കറായിരിക്കെ മരണപ്പെടുകയും ചെയ്ത 1925 കാലത്ത് അഭിഭാഷകനായി ജോലി ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഫക്കീറായി മരണപ്പെട്ട ചരിത്രമൊക്കെ മുസ്ലിം ലീഗുകാർക്ക് ഒരു പുതിയ ചരിത്രമല്ല. സിദ്ദി സാഹിബിനെ കുറിച്ച് അറിയുന്നവർക്ക് അതായിരുന്നു KM സിദ്ദി സാഹിബ്.
അത്രയും വലിയ മഹാമനുഷ്യൻ ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ നമുക്കുണ്ടാകുമോ എന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അത്രയും വലിയ ഒരു മനുഷ്യന്റെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കാൻ അവസരം നൽകിയ